ചിലരുണ്ട് രാത്രി കിടക്കുമ്പോൾ കണ്ണടക്കില്ല. കാരണം പകൽ നടന്നൊരു സംഭാഷണം മനസ്സിൽ വീണ്ടും വീണ്ടും ഓടുകയാണ്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്തിന്? അവൾ ആ സമയത്ത് മൗനമായത് എന്തുകൊണ്ടാകും? ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല. ഇത് വെറും ഓവർ തിങ്കിങ് കാരണം ചെയ്യുന്നതല്ല. ഇത് ഒരു പ്രത്യേകതരം മനസ്സിന്റെ അടയാളമാണ്. 1. അവർ മറ്റുള്ളവരെ ശരിക്കും കേൾക്കുന്നവരാണ്. ഒരു സംഭാഷണത്തിൽ ഇവർ കേൾക്കുന്നത് വെറും വാക്കുകൾ മാത്രമല്ല, മറ്റൊരാളുടെ ശബ്ദത്തിലെ ഒരു ചെറിയ വ്യത്യാസം അവർ ശ്രദ്ധിക്കുന്നു. സംഭാഷണത്തിലെ ഒരു ചെറിയ ഇടവേള അവർ ശ്രദ്ധിക്കുന്നു. മുഖഭാവം, ഇവയെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. പിന്നീട് മനസ്സ് ആ ഡീറ്റെയിൽസ് വിശകലനം ചെയ്യുന്നു. ഇത് ബലഹീനതയല്ല, ഇത് ആഴത്തിലുള്ള മനുഷ്യബോധത്തിന്റെ അടയാളമാണ്. 2. അവരുടെ മനസ്സ് സ്വയം തിരുത്തുകയാണ്. തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ ഇവർ അത് മറക്കില്ല. മനസ്സ് ആ നിമിഷം വീണ്ടും എടുക്കുന്നു. ഒരു കമ്പ്യൂട്ടർ എറർ ഓട്ടോ ഫിക്സ് ചെയ്യുന്നത് പോലെ ഇവരുടെ മനസ്സ് സ്വയം പ്രോഗ്രാം ചെയ്യുന്നു. അടുത്ത തവണ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന്. ഇത് പശ്ചാത്താപമല്ല, ഇത് സ്വയം തിരുത്തലാണ്. ഇതൊരു ഇന്റലിജന്റ് മനസ്സിന്റെ പ്രവർത്തനമാണ്. 3. അവർ വൈകാരികമായി ആഴമുള്ളവരാണ്. ഇന്ന് കാലാവസ്ഥ നല്ലതാണ് എന്ന വാക്ക് ആരും മനസ്സിലോർക്കില്ല. പക്ഷേ നിന്നെ കണ്ടത് ശരിക്കും സന്തോഷമായി എന്നാരെങ്കിലും പറഞ്ഞാൽ ഇവർ ആ വാക്ക് ദിവസങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കും. കാരണം ആ വാക്ക് അവരുടെ വികാരത്തെ തൊട്ടു. ഇത് അവരുടെ മനസ്സിന്റെ സൗന്ദര്യമാണ്. 4. അവരുടെ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല. ജോലി കഴിഞ്ഞ് കിടന്നാലും ഇവരുടെ മനസ്സ് ഇനിയും ഓടുകയാണ്. ഇത് വെറും ഉത്കണ്ഠയല്ല, ഇത് ഉയർന്ന ബൗദ്ധിക ഊർജമാണ്. ശാസ്ത്രം പറയുന്നത് ഇത്തരം ആളുകൾ കൂടുതൽ സർഗാത്മകരായിരിക്കുമെന്നാണ്. ഇത് കേട്ടപ്പോൾ ഇത് ഞാൻ തന്നെ എന്ന് തോന്നിയോ? എങ്കിലോർക്കൂ, ഇവർ ദുർബലരല്ല. ഇവർ ഈ ലോകത്തെ മറ്റുള്ളവരെക്കാൾ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ്. അത് ഒരു സമ്മാനമാണ്. ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റിൽ പറഞ്ഞോളൂ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയതെന്ന്. കാണാം അടുത്ത വീഡിയോയിൽ.